നമസ്കാരം ട്ടാ. പാലക്കാട്ടുകാരെ രാഹുൽ മാങ്കുട്ടത്തിനെ ഒരു വിധത്തിലൊക്കെ പറഞ്ഞ് ഒതുക്കി അങ്ങ് വിട്ടതാണ്. അപ്പോൾ രണ്ടാമത് വേറൊരാളെ കൊണ്ടുവന്നു കോൺഗ്രസ്. അത് നമ്മുടെ രമേശ് പിഷാരടി. അദ്ദേഹത്തിനെ കൊണ്ടു നിർത്തി. അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നായപ്പോ ഒരു തറ കളി അങ്ങ് നടത്തി. കോൺഗ്രസ് ശോഭാ സുരേന്ദ്രന്റെ പിന്നാലെ ക്യാമറയും കൊണ്ട് നടന്ന് അവർക്ക് പേരുദോഷമുണ്ടാക്കി നേടിയെടുത്ത വിജയം, അവർക്കെതിരെ ഒരു ചീത്തപ്പേരുണ്ടാക്കിയെടുത്ത വിജയമാണ് പിഷാരടിയുടേതെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. അവിടെ പിഷാരടി ജയിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കൃത്രിമ ബുദ്ധി ഉപയോഗിക്കാതെ പറ്റില്ല എന്ന് അവിടുത്തെ കോൺഗ്രസുകാർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ പാലക്കാടുകാരോട് എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് ഏത് പാതിരാത്രിയിലും ചെന്ന് എന്ത് കാര്യം പറഞ്ഞാലും സഹായിക്കാൻ ഓടിയെത്തുന്ന, പാവങ്ങളെ സഹായിക്കാൻ സുമനസ്സുള്ള ഈ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് വളരെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എത്രയോ വർഷങ്ങൾ കൊണ്ട് രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ പരിചയവും സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഉള്ള പ്രവർത്തന പാരമ്പര്യവുമുള്ള ഒരു നേതാവിനെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, ശ്രീമതി ശോഭാ സുരേന്ദ്രനെ. എന്നിട്ട് പിഷാരടി ഭയങ്കര മഹാനെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ പിഷാരടിയുടെ ശരിക്കുള്ള മുഖംമൂടിയാണ് അഴിഞ്ഞു വീണത്. ശ്വേതാമേനോട് വളരെ മോശമായ രീതിയിൽ, എത്ര നല്ല ഫ്രണ്ട്സ് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ ആ രീതിയിൽ ഇടചേർന്ന് അത്രയും നാൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ആ സ്ത്രീയായ ഒരു വ്യക്തിയോട് അത്തരം രീതിയിൽ മോശമായി സംസാരിക്കാൻ കഴിയൂ. ശ്വേതാമേനോനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. അവർ ഒരു സാധാരണ മൈൻഡുള്ള ഒരു സാധാരണ സ്ത്രീയാണ്. അവർ ആരെ കണ്ടാലും, അതായത് അപ്പോൾ കണ്ട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് ക്ലോസ് ആയി കഴിഞ്ഞാൽ അവർ ഉമ്മ തരും, കെട്ടിപ്പിടിക്കും. അവരുടെ ഒരു ശൈലിയാണത്. അവർ ഒരു സാധാരണ സ്ത്രീയാണ്. എനിക്ക് ഇങ്ങനെയെന്ന് ചിന്തിക്കാൻ അറിയില്ല, ഞാൻ സാധാരണ ഒരാളാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ടും വീണ്ടും അതിനെ മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയായിരുന്നു? പ്രത്യേകിച്ചും താങ്കൾ ഇപ്പോൾ ഒരു സിനിമാ നടൻ മാത്രമല്ല, ഒരു ജനപ്രതിനിധി കൂടിയാണ്. ഇതാണ് പറഞ്ഞത്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ശോഭാ സുരേന്ദ്രനെതിരെ നടത്തിയ ഈ നാടകീയ നീക്കത്തിന്റെ മറുപടിയായിട്ടാണ് ദൈവം ഈ ഫോൺ സംഭാഷണം പുറത്തു കൊണ്ടുവന്നത്. അതിന്റെ തിരിച്ചടിയാണ് കോൺഗ്രസിനും രമേശ് പിഷാരടിക്കും കിട്ടിയിട്ടുള്ളത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. പാലക്കാടുകാരോട് പറയാനുള്ളത്, ഇനിയെങ്കിലും ജനോപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു നേതാവിനെ തിരഞ്ഞെടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.